എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കക്ക ഇറച്ചി കൊണ്ടുള്ള തോരനാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരൻ തന്നെയാണ്. കുറച്ച് കക്ക ഷെല്ലോടുകൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. കക്ക ഒന്ന് കഴുകിയെടുത്ത ശേഷം അത് നമുക്ക് ആവി കയറ്റാനായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അടുപ്പത്തേക്ക് വെച്ച് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഇറച്ചി നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. കക്കയിലെ കറുത്തൊരു വേസ്റ്റ് ഉണ്ട്, അതും കൂടെ എടുത്ത് കളഞ്ഞ ശേഷമേ കക്ക വൃത്തിയാക്കി എടുക്കാവൂ. അത് കളഞ്ഞെടുക്കാൻ കുറച്ച് പാടാണ്, കാരണം കക്ക അത്ര എടുത്ത് വരുമ്പോൾ താമസമാണ്. പക്ഷേ കളഞ്ഞില്ലെങ്കിൽ മിക്കവാറും പേർക്ക് അലർജിക്ക് അത് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 5-6 വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം. മണ്ണിൻ്റെ ചെറിയ ചെറിയ മണ്ണുകളൊക്കെ കാണും, അതൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കാന്താരി മുളക്, ഇത്രയും കൂടെ ചതച്ചു കൊടുക്കുന്നത്. ഈ ചതച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ടാണ് ഞാൻ ചതച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടു. അതിനോടൊപ്പം തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. 1 കിലോ കക്കയിറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇനിയും തേങ്ങാക്കൊത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 സവാളയാണ്. സവാളയും കൂടെ ചെറുതായി അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. സവാളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതായി യോജിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കക്ക ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ യോജിപ്പിച്ച ശേഷം നമുക്കൊരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കക്ക വെന്ത് കിട്ടാൻ ഒരു 15-20 മിനിറ്റ്. അന്നേരം ഇടയ്ക്കൊന്ന് നോക്കിക്കണം, കാരണം ഓവർ കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കക്കയുടെ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പം കക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. ഞാൻ പറഞ്ഞു, ഈ തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കാത്തോരൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.